ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ നിർണായക പങ്കുവഹിച്ച് കിഫ്ബി. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 2065.72 കോടി രൂപ കിഫ്ബി വഴി ലഭിച്ചു. ഇതിൽ 1847.36 കോടി രൂപ ചിലവഴിച്ചു. മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലാണ് കേരളത്തിൽ സർവകലാശാലകളുടെ മുന്നേറ്റം. പോളിടെക്നിക്കുകളും മികവിന്റെ കേന്ദ്രങ്ങളായി മാറി. കിഫ്ബി വഴി വലിയ പദ്ധതികൾ കൊണ്ടുവന്നതാണ് ഇതിന് പ്രധാന കാരണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 2065 കോടി 72 ലക്ഷത്തി ചില്ലാൻ രൂപയാണ് പദ്ധതിയിലൂടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 1847 കോടി 36 ലക്ഷം രൂപ ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂമുകളോടുകൂടിയ അക്കാഡമിക് ബ്ലോക്കുകൾ, മികച്ച സൗകര്യങ്ങളുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ, സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറി കോംപ്ലക്സുകൾ, മോഡേണൈസ്ഡ് ലൈബ്രറികൾ, ഇതെല്ലാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സജ്ജമാക്കുന്നതിന് കിഫ്ബിയുടെ ധനസഹായം വലിയ തോതിൽ ഉപയോഗപ്പെടുകയുണ്ടായി. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ പശ്ചാത്തല വികസനത്തിന് ചിലവഴിച്ചത് 512.67 കോടി രൂപയാണ്. സർവകലാശാലകളുടെ അടിസ്ഥാന വികസനത്തിനു വേണ്ടി 313.57 കോടി രൂപ ചിലവഴിച്ചു. ഉപകരണങ്ങൾ വാങ്ങുന്നതിന് നൽകിയത് 190.95 കോടി രൂപ. അന്താരാഷ്ട്ര നിലവാരമുള്ള ഹോസ്റ്റലുകൾ നിർമ്മിക്കാൻ 144.12 കോടി രൂപ കിഫ്ബി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി. സർവകലാശാലകളിൽ മികവിന്റെ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിന് 166 കോടി 93 ലക്ഷം രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ സ്ഥാപിതമായിട്ടുള്ള താണു പത്മനാഭൻ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, കുസാറ്റിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂറോ ഡീജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത്, MG യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഓഫ് എക്സലൻസ് ഇൻ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി എന്നിവ കിഫ്ബിയുടെ ധനസഹായം കൊണ്ട് ആണ് ഇന്നത്തെ നിലയിൽ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. 7 സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നൽകിയത് 80.84 കോടിയാണ്. 7 സർക്കാർ പോളിടെക്നിക്കുകൾക്കും നൽകി 43.46 കോടി രൂപ. ട്രാൻസ്ലേഷണൽ റിസർച്ച് സെന്ററുകൾക്ക്, അതായത് സൈദ്ധാന്തികമായ അറിവന്വേഷണങ്ങളെ പ്രായോഗിക രൂപത്തിലേക്ക് പരാവർത്തനം ചെയ്തുകൊണ്ട് ജനോപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും പ്രക്രിയയും സേവനങ്ങളുമൊക്കെയായി വികസിപ്പിക്കുന്ന ട്രാൻസ്ലേഷണൽ റിസർച്ച് സെന്ററുകൾക്ക് 133 കോടി 95 ലക്ഷം രൂപയാണ് കിഫ്ബിയിലൂടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. പിണറായിയിൽ സ്ഥാപിക്കപ്പെടുന്ന പിണറായി ഹബ്ബ്, IHRD കോളേജ്, CCEK, ITI, പോളിടെക്നിക് തുടങ്ങിയവയെല്ലാം ചേരുന്ന പിണറായി ഹയർ എഡ്യൂക്കേഷൻ ഹബ്ബിന് 275 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ KTU സർവകലാശാലയോട് ചേർന്ന് ട്രസ്റ്റ് പാർക്കിന്, അതായത് ടെക്നോളജിയിലും ഇന്നൊവേഷനിലും എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളിലുമെല്ലാം നൂതനാശയങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനും അത് ഇൻഡസ്ട്രിയുമായി കണക്ട് ചെയ്യുന്നതിനുമൊക്കെ തന്നെ വേണ്ടി പ്രവർത്തിക്കുന്ന ട്രസ്റ്റ് പാർക്കിന് സ്ഥലമെടുക്കുന്നതിനായി 203 കോടി 93 ലക്ഷം രൂപയാണ് കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. സൗത്ത് ഇന്ത്യയിലെ മികച്ച ലാബുകളുള്ള സർവകലാശാലകൾ എടുക്കുമ്പോൾ അതിൽ 3 നമ്മുടെ കേരളത്തിൽ നിന്നാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെയും MG യൂണിവേഴ്സിറ്റിയുടെയും കുസാറ്റിൻ്റെയുമെല്ലാം ലാബ് കോംപ്ലക്സുകൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള സെൻട്രലൈസ്ഡ് ലാബ് ഫെസിലിറ്റികളായി വളർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. സർവകലാശാലകളും കലാലയങ്ങളും NAC അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലും അന്തർദേശീയ റാങ്കിങ്ങുകളായ ടൈംസ് റാങ്കിങ്, QS റാങ്കിങ് എന്നിവയിലുമൊക്കെ ഏറ്റവും അന്തസ്സുറ്റ നിലയിൽ ഇടം പിടിച്ചത് തീർച്ചയായും കിഫ്ബിയുടെ കൂടെ സഹായത്തിൻ്റെ ഭാഗമായി സാധ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടായതുകൊണ്ടാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.